എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ മാമ എന്താടാ ഇപ്രാവശ്യം ദീപാവലിക്ക് ദീപാവലിക്ക് ഞാനൊരു പടക്ക് കട തുടങ്ങാൻ പോണ്. കൊള്ളാടാ, നല്ല കാര്യം തന്നല്ലേ? പടക്ക് എവിടെ നിന്ന് എടുക്കാൻ പോണ? ഞാൻ തമിഴ്നാട്ടിൽ പോയി എടുക്കും. നോട്ടി എന്തോ അമ്മ, ഈ വണ്ടിക്കൂലിയും വള്ളക്കൂലിയും കൊടുത്ത് തമിഴ്നാട്ടിൽ പോയി എടുക്കേണ്ട വല്ല കാര്യമുണ്ടാ? പിന്നെ എവിടെ നിന്ന് എടുക്കാം മാമ? നേരെ ശാസ്ത്രമംഗലത്ത് നിന്ന് വാങ്ങിക്കണം. ഇവിടെ ശ്വാസം കൊടുത്ത ഇവിടെ ഭീമൻ പടക്കടന്ന്. എന്റെ മാമ, എനിക്ക് വീട്ടിൽ കത്തിക്കാൻ വേണ്ടിയല്ല, കടയെ കൊണ്ടുപോയി കച്ചവടം നടത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെടാ മാമനും പറഞ്ഞത്. എന്തായിരുന്നു? എടാ, നിന്നെ പോലെയുള്ള കൊച്ചു കടക്കാരെല്ലാം ഭീമൻ പടക്കടന്ന് എടുത്തല്ലേ കച്ചവടം ചെയ്യുന്നത്. ലാഭം കിട്ടുമോ മാമ? നമുക്ക് ലാഭമേ ഉള്ളൂ. തന്നല്ലേ? നിനക്ക് അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ ഈ മാമൻ തരുവടാ. മാമൻ തരാന്നാ? സംശയം തരേ? എങ്കിൽ ഇപ്പൊ തന്നെ പോവാ മാമ. വരൂ മാമ. എപ്പ പോയെന്ന് ചോദിച്ചാ മതി. നടാ. ഇനി ഒരുപാട് നടക്കണോ മാമ? എടേ, ഇവിടെ എവിടെയാണ് വീടെന്ന് തോന്നണ്. വീടിന്റെ പേര് വിഷ്ണു ലോകം എന്നാണ്. മാമന്റെ കണ്ണ് പിടിക്കില്ല. നോക്ക് മാമ, അത് തന്നെ മാമ. ഇത് തന്നെടാ, ഇത് തന്നെ. തന്നെ വാ, വരി വരി. എടാ പ്രാട്ടിയായി, ഇതിലാമ ആ ബെല്ലടി. വിഷ്ണു ഉണ്ടായില്ലേ? സാർ അകത്തുണ്ട്. മാമ അകത്തുണ്ടെന്ന് വരി. കാര. എടാ ചെറുക്കാ, ബാഗ് നോക്കിക്കൊണ്ട് നിൽക്കാതെ ഒന്ന് വിളിയടാ. വിഷ്ണുവിനെ വിളി. വിഷ്ണു അണ്ണ. അയ്യോ, കുറച്ചുകൂടെ പതുക്കെ വിളിയടാ. വിഷ്ണു ഉണർന്നു പോവും. ഉറക്കെ വിളിയടാ അങ്ങോട്ട്. വിഷ്ണു അണ്ണ. തള്ള, ഇത് ആര്? മാമനും പ്രാട്ടിയ? എന്തിനു കിട്ടി പതിവില്ലാതെ വീട്ടിലോട്ട്? എനിക്ക് നിന്റെ അടുത്തൊരു ബിസിനസ് കാര്യം സംസാരിക്കാറുണ്ടടാ. തള്ള ബിസിനസ്സാ? ക്യാരി വരീത് എങ്ങോട്ട്? ബാ. ഈശ്വര കാത്തിരേറ്റിരിക്കുന്നേ. പ്രാട്ടി സുഖങ്ങളൊക്കെ തന്നെ? അങ്ങനെയൊക്കെ പോണ്. എടാ, ഈ ചെറുക്കൻ എത്തിപ്പോരം പടക്ക് വേണം കേട്ടാ. എല്ലാ കൊല്ലവും രണ്ടുപേരും കൂടെ ഒന്ന് വാങ്ങിക്കണല്ലേ? അത് വീട്ടിൽ കത്തിക്കാൻ, ഇത് വീട്ടിൽ കത്തിക്കാനല്ല. എടാ ഞാൻ പറയാം. എടേ, അവന് പടക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ്. തള്ള ഇത്രയുള്ള ബ്രഹ്മാവിനാണ് മാമ ആയുസിന് പഞ്ഞം. പ്രാട്ടിയുടെ കാര്യം ഞാൻ ഏറ്റ് പോരെ. യാക്കണാക്ക നല്ലത് തന്നെ. ചെറുക്കന് പുതിയ ഐറ്റം പടക്കുകൾ കൊടുക്കണം കേട്ടാ. മാമ, പുതിയ വെറൈറ്റികൾ ഉള്ളതുകൊണ്ടാണ് നമ്മളെ കടയെ ഭീമൻ പടക്കട എന്ന് പറയണത്. ഓ, അത് ശരി. അല്ലേ പ്രാട്ടി? എടാ പ്രാട്ടിയെ, അഡ്വാൻസ് അവന്റെ കയ്യിലോട്ട് എടുത്തങ്ങ് കൊട്ടെ. എന്തോന്ന് മാമ ഈ കാണിക്കണ ഒരു അന്യരെ പോലെ? എന്താടാ അഡ്വാൻസും പൈസ ഒന്നും എനിക്ക് വേണ്ട. ഇപ്പം പ്രാട്ടിയുടെ സാധനം കറക്റ്റായിട്ട് പ്രാട്ടിയുടെ കടയിൽ എത്തിയിരിക്കും. നോട്ടി, ബന്ധം വേറെ, ബിസിനസ് വേറെ. എടേ, അഡ്വാൻസ് അവൻ്റെ കയ്യിലോട്ട് അങ്ങ് കൊടുറാ. എടാ ചെറുക്ക, പിതുക്കി നിൽക്കാതെ മാമൻ തന്ന മൊത്തം പൈസയും അവൻ്റെ കയ്യിലങ്ങ് കൊടുക്കണം. വാങ്ങിക്കണേ മാമ. വാങ്ങിട്ട് ഐശ്വര്യമായിട്ട് വാങ്ങിട്ട്. മാമ, എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ കൈനീട്ടമാണ്. ഐശ്വര്യമായിരിക്കും. ഭീമൻ പടക്കറയുടെ എല്ലാ അനുഗ്രഹവും പ്രാട്ടിക്ക് ഉണ്ടാവും. ഓക്കെ അല്ലേ മാമ? പിന്നെന്ത്, ഡബിൾ ഓക്കെ.